ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഐഫോൺ 16 സീരീസ് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്നലെ രാത്രിയായിരുന്നു ഐഫോൺ 16ന്റെ ലോഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി കുറേ പ്രതീക്ഷിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറേ കാലമായിട്ട് ഇപ്പോൾ ആപ്പിളിൻ്റെ സ്ഥിരം പരിപാടിയാണല്ലോ, അതേ പരിപാടി തന്നെ ഈ പ്രാവശ്യം ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. എന്തൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ശരിക്കും ഐഫോൺ 16 വാങ്ങിക്കണോ, അല്ലെങ്കിൽ അതിൻ്റെ പോരേണ്ട ഐഫോണിനല്ലാണ്ട് തന്നെ ഇവർ വാച്ചസ് ഇറക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ എയർപോഡ്സ് ഇറക്കിയിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഹെഡ്സെറ്റ് ഉണ്ടല്ലോ ഐഫോണിൻ്റെ ആപ്പിളിൻ്റെ തന്നെ, അത് ഇറക്കിയിട്ടുണ്ട്. അത്രയും ഉള്ളൂ, ഐപാഡ് സീരീസ് വരെ ഇറക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ, അതായത് ഐഫോൺ 16 സീരീസിൻ്റെ കൂടെ ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി വേർത്താണോ, പണ്ടത്തെ അതേ ശങ്കര തെങ്ങിൻ്റെ മേത്തല്ലാണോ ആണോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ രണ്ട് മെയിൻ ചാനൽസും കാണാത്തവർ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ ചാനൽ ജിച്ച് വേൾഡ് കാണാത്തവർ കണ്ടുപോകുക. നമ്മളൊരു ടെക്നിക്കൽ ന്യൂസും ഫൈനാൻഷ്യൽ ന്യൂസും ഗാഡ്ജറ്റ് കമ്പാരിസൺ സംഭവിക്കുക ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടെ, മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങൾ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് പോകുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് പേജ് ഫോളോ അടിച്ചാൽ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഐഫോൺ 16 സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഐഫോൺ 16 സീരീസിൽ ആകെ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ക്യാമറ ബട്ടണാണ്. അതല്ലാണ്ട് ഒരു സാധനം ആവശ്യമുള്ള സാധനം മാറി കൊണ്ടുവന്നിട്ടില്ല. നോ, ഓഫ് കോഴ്സ് ഒരു ചേഞ്ചും ഇല്ല അവരുടെ ഡിസ്പ്ലേയിലും സംഭവത്തിലൊന്നും ഇല്ല. അപ്പോഴും 60 ഹെർട്സ് തന്നെയാണ് നോർമൽ ഐഫോൺ 16. പ്രൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഐഫോൺ 16 80,000 രൂപയാണ് ഇന്ത്യയിൽ ഇട്ടാ. ഐഫോൺ 16 പ്ലസിന് 90,000 റുപ്പീസാണ്. ഐഫോൺ 16 പ്രോവിന് 1,20,000 അതുപോലെ തന്നെ ഐഫോൺ 16 പ്രോ മാക്സിന് 1,45,000. ഈ 1,20,000 കൊടുത്തിട്ട് ഈ പ്രോ ആരാ വാങ്ങിക്കണോ? എനിക്കതാണ് മനസ്സിലാവത്തത്. ഒരു പിണ്ണാക്കൂല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ ആക്ച്വലി ഇതേ പ്രൈസ് നമുക്ക് അമേരിക്കയിലും ബാക്കിയുള്ള സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ $800 ഐഫോൺ 16 അവിടെ ലോഞ്ച് ആയിരിക്കുന്നത്. അതായത് ഓൾമോസ്റ്റ് 65,000 രൂപ, 66,000 രൂപ. ആ സെയിം സാധനമാണ് 80,000 രൂപയ്ക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എനിക്കിതാണ് ടാക്സ് എക്സ്ട്രാ വരുന്നതായിരിക്കും, എന്നാലും പക്ഷേ മെയ്ഡ് ഇൻ ഇന്ത്യ സാധനം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ചില മോഡൽസ് ഇറക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അവർക്ക് ആ ബേസിക് മോഡലെങ്കിലും നോർമൽ പ്രൈസിന് ഇറക്കായിരുന്നു. ഇപ്പോൾ എൻ്റെ ഉള്ളത് ഇത് ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്, എൻ്റെ ഉള്ള 15 ആയിരുന്നു. ഇത് ഞാൻ ആക്ച്വലി അപ്പം തന്നെ ലോഞ്ച് ആയിപ്പോൾ വാങ്ങിക്കാണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ്. എനിക്ക് ആക്ച്വലി ഇത് നല്ല ഡീൽ കിട്ടി. പോലെ തന്നെ എൻ്റെ പഴയ ഐഫോൺ ഞാൻ എക്സ്ചേഞ്ച് ചെയ്താണ് വാങ്ങിച്ചത്. ഡിസ്പ്ലേ ഷോ ഒന്ന് വാറണ്ടി കഴിഞ്ഞപ്പോൾ ഇതിനും വരും, ഉറപ്പാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവർ എന്താ പറയുക, ആപ്പിൾ ഇൻ്റലിജൻസ് അങ്ങനെ സംഭവം പറഞ്ഞിട്ടുണ്ടെന്നല്ലോ. ഞാൻ അന്നേ പറഞ്ഞത് ഒരു മാങ്ങാത്തോലില്ല. നമ്മുടെ നോർമൽ നമ്മുടെ ഗൂഗിളിൽ വന്നിരിക്കുന്ന ഇൻ്റലിജൻസ്, അതല്ലെങ്കിൽ ഇപ്പോൾ സാംസങ്ങിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആ സെയിം സാധനങ്ങളൊക്കെ തന്നെ. അതിന് വേണ്ടിയിട്ടാണ് ഇനി അവർ വേറെ പുതിയ അവരുടെ ഫോൺ കൊടുക്കണം. സാംസങ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ S22 S21 സീരീസിന് വരെ ആ സാധനങ്ങൾ കൊടുത്തു. അറ്റ്ലീസ്റ്റ് ഒരു ലിമിറ്റഡ് ഐറ്റങ്ങളും കൊടുത്തു. അതൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്തൊക്കെ ആൾക്കാരെ ഒന്നും കക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അത് കട്ടിങ്ങനെ കട്ടവെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ കുറേ ആൾക്കാരും ഉണ്ട്. അതാണ് ഇഷ്ടമുള്ളത്. ഇനി ഇത് ലോഞ്ചാണ സമയത്ത് അതിൻ്റെ മുമ്പിൽ വരി കാണാം. അതാണ് എനിക്ക് അതാണ് ഏറ്റവും വലിയ കോമഡി. ഇന്ത്യയിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ. അപ്പോൾ ഇതിൽ വന്നേക്കുന്ന ചേഞ്ചസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല ചേഞ്ചസ്, കാര്യമായിട്ട് പറയണമെന്നില്ല. നമുക്ക് എന്തായാലും കുറച്ച് എക്സാജറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും. കുറച്ച് പുതിയ കളറുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അൾട്രാ മെറൈൻ എന്ന് പറഞ്ഞൊരു കളർ വന്നിട്ടുണ്ട്, ടീൽ കളർ വന്നിട്ടുണ്ട്, അത് നല്ല കളറാണെന്നുണ്ട്. പിങ്ക് ഒക്കെ പോട്ടെ. വൈറ്റ്, ബ്ലാക്ക് പിന്നെ നോർമലാണല്ലോ. അപ്പോൾ ഐഫോൺ 16 പ്ലസിനാണ് ഈ കളർ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് എയറോസ്പേസ് ഗ്രേഡ് അലൂമിനിയം ആക്കിയെന്ന് പറയുന്നുണ്ട്. ഇതും എൻ്റെ ഐഫോൺ 15 സീരീസ്. ഇതും നല്ല അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള സാധനം, ലൈറ്റ് വെയിറ്റ് സാധനം തന്നെയാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവുന്നു. പിന്നെ നമ്മുടെ ഐഫോൺ 16 6.1 ഇഞ്ച് ഡിസ്പ്ലേ തന്നെയാണ്, 60 ഹെർട്സിൻ്റെ. ഐഫോൺ 16 പ്ലസിനാകുമ്പോൾ 6.7 ഇഞ്ചും വന്നിട്ടുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 2000 തന്നെയുണ്ട്, അതിനും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പിന്നെ ആക്ഷൻ ബട്ടൺ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ഷൻ ബട്ടൺ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ കറക്റ്റായിട്ട് നല്ല സാധനമാണെങ്കിൽ പറയാത്തേ ഉള്ളൂ. അപ്പോൾ ഇത് പക്ഷേ പുതിയ ഫീച്ചറൊന്നും അല്ല, നമ്മുടെ പണ്ടത്തെ സോണി ഫോൺസിലൊക്കെ ഉണ്ടായിരുന്നു. സോണി പിന്നെ ഇവിടെ നിർത്തിയ കാരണം ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാൽ അതേ ഫീച്ചേഴ്സ് തന്നെ, പക്ഷെ അത് കപ്പാസിറ്റീവ് ടച്ച് വരുന്ന ബട്ടണാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഈ ക്യാമറ ഫുൾ നമുക്കിപ്പോൾ നോർമലി നമ്മുടെ ഇപ്പോൾ നോർമൽ ക്യാമറാസ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് സൂം ചെയ്യാം, അങ്ങനെ സംഭവമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ബട്ടണെ കൊണ്ട് നമുക്ക് സൂം ചെയ്യാം, മോഡ് മാറ്റാം, അതെല്ലാം ചെയ്യാൻ പറ്റും. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ആ സംഭവം. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ആക്ഷൻ ബട്ടൺ വന്നിട്ടുണ്ട്, അതാണ് വേറെ ചേഞ്ചസ് വന്നിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേ തന്നെയാണ് നമ്മുടെ ഇതേ ഐഫോൺ 15 അതേ ഡിസ്പ്ലേ തന്നെയാണ് കേട്ടോ. ഈ ഡൈനാമിക് ഐലൻഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. 60 ഹെർട്സിൻ്റെ തന്നെ ഒരു ഡിഫറൻസും ഇല്ല. സഫയർ ഗ്ലാസ് ആണെന്ന് ഒരു പറയുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഈ വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷൻ ഒന്നും സഫയർ ഗ്ലാസിന് കാണാറില്ല കേട്ടോ. എന്ന് വെച്ചാൽ എത്ര ആൾക്കാർ ഇതിനെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ കാണാം. അങ്ങനെ നോക്കുമ്പോൾ വിക്ടസിൻ്റെ അടുത്തേക്ക് കൂടെ പോകുന്നില്ല ഈ സഫയർ ഗ്ലാസ് ഒന്നും.
പിന്നെന്താ ചിപ്സെറ്റാണ് വന്നേക്കുന്നത്. പിന്നെ A18 ചിപ്സെറ്റാണ് ലേറ്റസ്റ്റ് ചിപ്സെറ്റാണ് വന്നേക്കുന്നത്. നമ്മുടെ A15 ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റിനെ A15 സീരീസിലത്തെ ചിപ്സെറ്റിനെക്കാട്ടും ഒരു 15-30% ഇൻക്രീസ് പെർഫോമൻസ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഈ 15 ചിപ്സെറ്റ് തന്നെ ഒരു പ്രോബ്ലം ഇല്ല, സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊസസറിന് വേണ്ടി നമുക്ക് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മറ്റേ ഇപ്പോൾ 16 പ്ലസിൻ്റെ കാര്യം നമ്മൾ പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പ്രോ സീരീസിലേക്ക് വരാം. ഇതിൽ 6 കോർ CPU അതുപോലെ തന്നെ 2 പെർഫോമൻസ് കോറും 4 എഫിഷ്യൻസി കോറാണ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ക്യാമറ സ്പെക്സ് ആണ്. ക്യാമറ സ്പെക്സ് ഒക്കെ സെയിം, ഒരു വ്യത്യാസമില്ല. 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറിയും അതുപോലെ തന്നെ 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും. ഒരു ചേഞ്ചസ് വന്നേക്കുന്നത് അൾട്രാ വൈഡിൽ ഒരു ഓട്ടോ ഫോക്കസ് എനേബിൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മാക്രോ ഷോട്ട് എടുക്കാൻ പറ്റുന്നു. 70,000-80,000 ഫോണിൽ ഇതിൽ മാക്രോ ഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല. 10,000 ഫോണിൽ എടുക്കാം. അതാണ് വ്യത്യാസം ആൻഡ്രോയിഡും. അപ്പോൾ പിന്നെ അത് ക്യാമറ ഞാൻ ഓൾറെഡി കമ്പാരിസൺ ഈ S23 ഇതായിട്ട് കമ്പാരിസൺ ഞാൻ ഓൾറെഡി നമ്മുടെ നമ്മുടെ ചാനലൊക്കെ ഞെട്ടുണ്ട്, കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് ക്യാമറയുടെ വലിയ പുകഴ്ത്തി പറഞ്ഞ ആൾക്കാരൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, അടുത്തേക്ക് കൂടെ പോവില്ല. പിന്നെ യു ക്യാൻ, അത് വീഡിയോ അല്ല പറയണത്, ഫോട്ടോ ആണ് കേട്ടോ. യു ക്യാൻ ഷൂട്ട് 4K 60 വീഡിയോസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഡോൾബി വിഷൻ HDR സപ്പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ 12 മെഗാ പിക്സലിൻ്റെ ന്യൂ 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ബിഗർ പിക്സൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, എന്തായാലും പോട്ടെ. പിന്നെ ഇതിൽ സ്പെഷ്യൽ വീഡിയോസ് എടുക്കാൻ പറ്റും, അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 4 സ്പീക്കേഴ്സ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇവർ ഓൾമോസ്റ്റ് എനിക്കൊരു തോന്നുന്ന വീഡിയോ പർപ്പസിനാണെങ്കിൽ അല്ലെങ്കിലും ഓൾറെഡി ഐഫോൺസ് നല്ലതാണ്. അപ്പോൾ ആ കാറ്റഗറിയിൽ നോക്കുമ്പോൾ അല്ലെങ്കിലും ഒരു കിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ വീഡിയോ പെർഫോമൻസ് ഇതുവരെയായിട്ടും സാംസങ്ങിനും മാച്ച് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അവരുടെ സ്റ്റെബിലൈസേഷൻ ഞാൻ ഓൾറെഡി എടുത്ത് പറയാനുള്ളതാണ്. പിന്നെ ഇനി നമുക്ക് വന്നിരിക്കുന്നത് ആപ്പിൾ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. അത് കുറച്ച് ആപ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സർക്കിൾഡ് സെർച്ച് പോലത്തെ സാധനം തന്നെ. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇമെയിൽ ടെക്സ്റ്റ് ചെയ്ത് ഇമെയിൽ ഉണ്ടാക്കി തരുന്നത്, കുറച്ച് പരിപാടികളൊക്കെ തന്നെ നോർമൽ അതുപോലെ പരിപാടികൾ തന്നെ. അതൊക്കെ തന്നെയാണ് വലിയ ഇൻ്റലിജൻസ് അതിൽ വന്നിട്ടുള്ളൂ. വേറെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ, വലിയ മേജർ സംഭവങ്ങളൊന്നും ഇല്ല. അതൊക്കെ പോട്ടത് പിന്നെ നമുക്ക് പിന്നെ പറയാം. ഇനിയിപ്പോൾ 16 പ്രോയിലേക്കും 16 പ്രോ മാക്സ് സീരീസിലേക്കും വരാം. ഇതിൽ നമുക്ക് വന്നപ്പോൾ അവരെന്താ ചെയ്തിരിക്കുന്നത്, ഡിസ്പ്ലേ സൈസ് കുറച്ച് ദിവസം കൂട്ടി, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വേണ്ടേ. 6.1 ആയിരുന്നു മുമ്പത്തെ പ്രോ സീരീസ്, ഇപ്പോൾ 6.3 ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോ മാക്സിന് നമുക്ക് 6.9 ആക്കിയിട്ടുണ്ട്. 120 ഹെർട്സിൻ്റെ പ്രോ മാക്സ് ഡിസ്പ്ലേ തന്നെ വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് കളേഴ്സ് വരുന്നത് ബ്ലാക്ക് ടൈറ്റാനിയം, വൈറ്റ് ടൈറ്റാനിയം, നാച്ചുറൽ ടൈറ്റാനിയം, ഒരു ഡെസേർട്ട് ടൈറ്റാനിയം കളറും വരുന്നുണ്ട്. അത് കുറച്ച് ദിവസം നല്ല കാണാം കേട്ടോ. പിന്നെ ചിപ്സെറ്റ് വന്നപ്പോൾ A18 പ്രോ ചിപ്സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് 6 GPU വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഗെയിമിങ്ങിനും അത്യാവശ്യം നല്ലോണം സപ്പോർട്ട് വരുന്ന ആദ്യമായിട്ടാണ്. എന്താ വെച്ചാൽ ആപ്പിൾ ഇതുപോലെ ഗെയിമിംഗ് സപ്പോർട്ടുള്ള ഒരു സംഭവം ഇറക്കിയിട്ട് അത് മെൻഷൻ ചെയ്യുന്നത് ഐഫോൺസിലൊക്കെ ആയിട്ടാ. അപ്പോൾ അതാണ് വന്നിരിക്കുന്നത്. പിന്നെ USB 3.0 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ അതാണ് വേറെ ചേഞ്ചസ് വന്നിരിക്കുന്നത്. ക്യാമറ അപ്ഗ്രേഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 16 പ്രോയിൽ 48 12 മെഗാ പിക്സലിൻ്റെ ക്യാമറ അത് തന്നെയാണ്. ചെറുതായിട്ട് നമുക്ക് ഈ പ്രോ മറ്റേ നമുക്ക് 15 സീരീസിലാകുമ്പോൾ പ്രോ മാക്സിലാണ് നമുക്ക് 5x ഉണ്ടാകുന്നത്. അത് ആക്ച്വലി ഇപ്പോൾ പ്രോ സീരീസിലും വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഓഡിയോ അപ്ഗ്രേഡ് അത്യാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 4 ക്യാമറാസ് 5 ക്യാമറാസ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അവർ. അത് മെയിനായിട്ട് സ്പെഷ്യൽ ഓഡിയോ ക്യാപ്ചറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒരു അപ്ഗ്രേഡാണ്. സ്റ്റുഡിയോയിലേക്ക് റെക്കോർഡിംഗ് ഇഫക്റ്റ് നമുക്ക് കിട്ടും. അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ ബാറ്ററി അവർ എന്തായാലും എടുത്ത് പറയില്ല, നിങ്ങൾക്ക് അറിയാം. അവർ പറഞ്ഞേക്കുന്നത് പക്ഷേ 20% അപ്ഗ്രേഡ് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി വന്നേക്കുന്നതാണ്, ഇനി ലോഞ്ച് ആയേക്കുന്നതാണ് വാച്ച്, ആപ്പിൾ വാച്ച് 10. ആപ്പിൾ വാച്ച് 10ന്റെ കാര്യം പറയുകയാണെങ്കിൽ ആപ്പിൾ വാച്ച് 10 ഇറങ്ങിയിട്ടുണ്ട്. ആപ്പിൾ വാച്ച് അൾട്രാ 2 തന്നെ, ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുന്ന 2 തന്നെ. ഇത് ഒരു കൊല്ലം മുമ്പ് ഇറങ്ങിയ സാധനമാണ്. അപ്പോൾ ഇതേ സെയിം സാധനം തന്നെ കളർ മാറ്റി അവർ ബ്ലാക്ക് കളറിൽ ഇറക്കിയിട്ടുണ്ട്. അതാണ് ചേഞ്ചസ് വന്നിരിക്കുന്നത്. പുതിയ സ്ട്രാപ്പ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരെണ്ണം വന്നിട്ടുണ്ടല്ലോ, സ്ട്രാപ്പ് വന്നിട്ടുണ്ട്, കളർ വന്നിട്ടുണ്ട്. ഒരെണ്ണം കൂടി ഉണ്ട്, സ്ട്രാപ്പ് കളറ് അങ്ങനത്തെ എന്തോ കൂടി ഇറക്കിയിട്ടുണ്ട് അവർ. പക്ഷേ വാച്ച് സീരീസ് 10ൽ ചെറിയ ചേഞ്ചസ്, വലിയ ചേഞ്ചസ് ഇല്ല. പക്ഷേ നമ്മുടെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ കൂട്ടിയിട്ടുണ്ട്. വാച്ച് 10ന്റെ പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത് 46,000 രൂപയാണ് കേട്ടോ. ഇത് ബ്ലാക്ക് കളറിലും നമുക്ക് സ്ട്രാപ്പ് ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള മോഡൽസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. പണ്ട് നമുക്ക് ഫുൾ ബ്ലാക്ക് സംഭവം ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ആപ്പിൾ വാച്ച് 10 ഏറ്റവും തിന്നസ്റ്റ് ആപ്പിൾ വാച്ചാണ് അവർ പറഞ്ഞേക്കുന്നത്. അത് ഇനി കണ്ടറിയാം എങ്ങനെയാണ്, തിന്നസ്റ്റ് ആണോ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഹെൽത്ത് ഫീച്ചേഴ്സ് കുറച്ചും കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെപ്ത് ഫീച്ചേഴ്സും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ, വാട്ടർ ടെമ്പറേച്ചർ സെൻസർ അങ്ങനത്തെ ഒക്കെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. 30 മിനിറ്റിൽ നമുക്ക് 80% ചാർജ് ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതല്ലാണ്ട് നമുക്ക് ഫിറ്റ്നസ് പരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ എനിക്ക് ആക്ച്വലി ആപ്പിൾ വാച്ചിൻ്റെ സ്ലീപ്പ് ട്രാക്കിംഗ് അത്ര തീരെ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ആപ്പിൾ വാച്ചിൻ്റെ അൾട്രാ 2 ഉണ്ട്, എൻ്റെ SE2 ഉണ്ട്. ആപ്പിൾ വാച്ച് SE2 ഞാൻ എൻ്റെ മുമ്പ് ഉപയോഗിക്കുന്ന SE ആയിരുന്നു, SE മോഡലായിരുന്നു. എന്നിട്ട് ഞാൻ ഇത് അപ്ഗ്രേഡ് ചെയ്താണ്. പിന്നെ നമുക്കിത് നല്ല ഡീലിൽ നമുക്ക്
കിട്ടിയപ്പോൾ ഞാൻ ആക്ച്വലി അപ്ഗ്രേഡ് ചെയ്താണ്. എൻ്റെ സാംസങ്ങിൻ്റെ വാച്ചും ഉണ്ട് അവിടെ പോയി സാധനം. സാംസങ്ങിൻ്റെ വാച്ച് എന്നിൽ നോക്കി കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി രണ്ടും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. രണ്ടിലും സ്ലീപ്പ് ട്രാക്കിംഗ് നോക്കി കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ അടുത്ത് കൂടെ പോയില്ല കേട്ടോ ആപ്പിൾ. അത് അൾട്രാ 2 മോഡലായാലും 90,000 റുപ്പീസിൻ്റെ ഫോണായാലും അടുത്ത് കൂടെ പോകുന്നില്ല സ്ലീപ്പ് ട്രാക്കിംഗ്. ബാക്കിയെല്ലാം ഓക്കെ. സ്ലീപ്പ് ട്രാക്കിംഗ് ഞാൻ കുറേ സംഭവം നോക്കി, എന്നിട്ടും രക്ഷയില്ല. ഞാൻ കുറേ സെറ്റിങ്സിൻ്റെ കുഴപ്പമാണ് എല്ലാം നോക്കിയിട്ടും സ്ലീപ്പ് ട്രാക്കിംഗ് തീരെ പോരാട്ടോ ആപ്പിൾ വാച്ചിൻ്റെ. അത് ആ മോഡൽസിനും ഉണ്ട്, അൾട്രാ 2 മോഡൽസിനും ഉണ്ട്. ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരുമ്പോൾ ശരിയാവുമെന്ന് അറിയില്ല. അതാണ് അതിനെ ഞാൻ ആക്ച്വലി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആപ്പിൾ വാച്ച് അൾട്രാ സീരീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. എനിക്ക് നോർമൽ ആപ്പിൾ വാച്ച് അൾട്രാ തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാൽ ബാറ്ററി ബാക്കപ്പ് ഭയങ്കര മോശമാണ്. പിന്നെ SE സീരീസിലൊക്കെ നിങ്ങൾക്ക് അറിയാം ഫാസ്റ്റ് ചാർജിങ് ഇല്ല, 3-4 മണിക്കൂർ എടുക്കും ചാർജ് ആവാൻ. പക്ഷേ ഇത് പെട്ടെന്ന് ഫാസ്റ്റ് ചാർജിങ് ആവുന്നുണ്ട്. ബാറ്ററി ബാക്കപ്പ് എനിക്ക് 4 ദിവസമൊക്കെ കിട്ടുന്നുണ്ട് ഈ അൾട്രാ 2. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം കെട്ടി കൊടുക്കുന്നത്. പിന്നെ ഈ ഇങ്ങനത്തെ സ്ട്രാപ്പ് എനിക്ക് നല്ല ഇഷ്ടമാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഈ സാധനം ഈ ആനച്ചക്ക പോലെ കാണുന്നുണ്ടെങ്കിലും ഇതിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് ശരിക്കും ഈ സാധനം നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ പ്രൈസ് ഭയങ്കര ഓവർ പ്രൈസ്ഡാണ്. 90,000 കൊടുത്ത് വാങ്ങിക്കുന്നത് ഭയങ്കര നഷ്ടമാണ്. നല്ല ഡീലൊക്കെ കിട്ടുക. എനിക്ക് ആമസോണിൽ നല്ല ഡീൽ കിട്ടിയിട്ട്, അതുപോലെ നമുക്ക് വൗച്ചർ ഉണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ വാങ്ങിച്ചാണ്. അതും അതിൻ്റെ വീഡിയോ ഞാൻ എങ്ങനെയാണ് സാധനം എനിക്ക് 60 രൂപയ്ക്കോ സംതിങ് ഞാൻ വാങ്ങിച്ചത്. അല്ല 60 രൂപയല്ല, അത് SE മോഡൽ, അത് അൾട്രാ 1 ആയിരുന്നു. 50 സംതിങ് ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അത് മെയിനിൽ 2 സെക്കൻഡ് ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ വന്നേക്കുന്നത് ചേഞ്ചസ് എന്ന് പറയുന്നത് സീരീസ് 10 വന്നേക്കുന്നത് തിന്നായിട്ടുണ്ട്. കളേഴ്സ് കുറേ ഇറങ്ങിയിട്ടുണ്ട്. ഗോൾഡ് കളറ്, പിന്നെ സ്ട്രാപ്പ്, ഒരു മെറ്റൽ സ്ട്രാപ്പ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ അൾട്രാ 2നും അതാണ് ചേഞ്ചസ് വന്നേക്കുന്നത്. ഒരു ബ്ലാക്ക് ലൈറ്റ് വെയിറ്റ് ഒരു മെറ്റൽ സ്ട്രാപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. പിന്നെ ഡിജിറ്റൽ ഗവർണർ സ്പീക്കർ, നോർമൽ സംഭവങ്ങളൊക്കെ തന്നെ, വേറെ ഇഷ്യൂ സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ അവർ പറഞ്ഞേക്കുന്നത് 70% സ്ക്രീൻ കൂടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. നോർമൽ എന്താ പറയുക, ആപ്പിൾ സീരീസ് 5, 4 SE മോഡലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 75%. അതായത് 4 സീരീസ് 4, 5, 6 ആൻഡ് SE വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 75% കൂടിയിട്ടുണ്ടെന്ന് അവരുടെ ടാക്ടിക്സ് ഉണ്ട് അവിടെ. അല്ലാണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സീരീസ് 9 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴല്ല. അതാണ് വിറ്റ്. പിന്നെന്താ, പിന്നെ ജെറ്റ് ബ്ലാക്ക്, അതാണ് ഞാൻ പറഞ്ഞത്. ബ്ലാക്ക് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്, വൈറ്റ് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്, ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്, റോസ് ഗോൾഡ്. വേറെ വലിയ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. പിന്നെ വന്നിരിക്കുന്നതാണ് നമ്മുടെ അൾട്രാ 2ൻ്റെ ബ്ലാക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഞാനത് നോട്ട് ചെയ്യാൻ മറന്നുപോയി. അൾട്രാ 2 അത് വ്യത്യാസമൊന്നുമില്ല. കളർ ചേഞ്ച് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ബ്ലാക്ക് ടൈറ്റാനിയം മോഡലാണ് വന്നിരിക്കുന്നത്. അത് ബ്ലാക്ക് ടൈറ്റാനിയം. പ്രൈസ് സെയിം തന്നെ ചേട്ടാ, 90,000 തന്നെയാണ് വന്നിരിക്കുന്നത്. കാണാൻ കുഴപ്പമൊന്നുമില്ല, ലുക്കൊക്കെ ഉണ്ട്, പക്ഷെ ചേഞ്ചസ് ഒന്നുമില്ല. ഇത് ഒരു ടൈറ്റാനിയം കളറാണല്ലോ. ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു കേസ് ഇട്ടുണ്ട്, റിങ്കൻ്റെ കേസ് ഇട്ടുണ്ട്, ട്രാൻസ്പെറൻറ്റ്. അതാണ് കുറച്ച് നിങ്ങൾക്ക് ഗ്ലോസി ആയിട്ട് കാണുന്നത്. ലൂപ്പും ഇവർ ഞാൻ പറഞ്ഞല്ലോ ചെറിയ സ്ട്രാപ്പും എന്താണ് കണ്ടു, ബ്ലാക്ക് കളർ കാണാൻ ഭംഗിയുണ്ട്, കളർ ഭംഗിയുണ്ട്. കളർ വെച്ചിട്ട് അവർ പുതിയ മോഡലിൽ അറ്റ്ലീസ്റ്റ് അൾട്രാ 3 വേണ്ട പോട്ടെ, എൻ്റെ വാച്ച് പഴയതോ പുതിയിറങ്ങി കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ചേഞ്ചസ് വന്നിരിക്കുന്നത്. ഇതാണ് കളർ ചേഞ്ചസ് ഉണ്ട്, പഴയതും പുതിയതും തമ്മിൽ കണ്ടു. ഒരു ബ്ലാക്കും പണ്ടത്തെ ടൈറ്റാനിയം കളറും, അല്ലാണ്ട് ഒരു ഡിഫറൻസും ഇല്ല കേട്ടോ. അതാണ് സ്ട്രാപ്പ് പുതിയ മോഡൽ വന്നിരിക്കുന്നത് കേട്ടോ. ഒന്ന് ഫോക്കസ് ആവും സോണിക്ക് എന്താ പറ്റിയോ ആഫ്റ്റർ അപ്ഡേറ്റ് തീരെ ഫോക്കസ് പിടിക്കുന്നില്ല. പിന്നെ ബാക്കിയൊക്കെ സെയിം ആവും, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് OS അപ്ഡേറ്റ് വരുമ്പോൾ നോക്കി നോക്കാം. പിന്നെ നമുക്ക് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എയർപോഡ് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ആക്ച്വലി ഹിയറിംഗ് എയ്ഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറും എയർപോഡ് പ്രോയിൽ വന്നിട്ടുണ്ട്. അതൊരു നല്ല ഫീച്ചറാണ്. എന്ന് വെച്ചാൽ ചെവി കേൾക്കാത്തവർക്ക് അത് ഉപയോഗിക്കാന്ന് പറയുമ്പോൾ അതിൽ ഡിറ്റക്ട് ചെയ്തിട്ട് അത് വോളിയം കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജിയാണ്, നല്ല പരിപാടിയാണ്. എൻ്റെ കയ്യിലുള്ളത് 2 തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അപ്ഗ്രേഡൊന്നും ചെയ്യാൻ പോയിട്ടില്ല. ഞാൻ എയർപോഡ് ഈ ഇന്നിയർ ടൈപ്പ് ഉപയോഗിക്കൽ ഭയങ്കര കുറവാണ്. നിങ്ങൾക്കറിയാം ഇന്നിയർ ഉപയോഗിക്കുന്നത് നല്ലതല്ല, അടിച്ചു പോക്കിയൊക്കെ. കുറേ പേര് വലിയ പോസ്റ്റ്ലി സാധനം എഴുതുന്നതിന് കുത്തിച്ചിറങ്ങണം. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ഐഫോൺ സീരീസിൻ്റെ ലോഞ്ചിൽ വന്നേക്കുന്ന പ്രൊഡക്ട്സുകളുടെ ഡീറ്റെയിൽസ് ഇട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അതല്ലേ നേരത്തെ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി, ലിങ്ക് നൽകാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടാ. നമ്മുടെ 3ാമത്തെ ചാനൽ ഞാൻ പറഞ്ഞ പോലെ കാണാത്തവരെ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.